ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഇന്ന് എനിക്ക് ഒരു ചെറിയ വീഡിയോ ആണ്, വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഒരു സുഹൃത്ത് പ്രതീഷ് കല്ലുവഴി അദ്ദേഹം വാട്സപ്പിൽ അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ക്ലിപ്പിംഗ്സുകളാണ് അയച്ചു തന്നത്. അപ്പൊ അതൊന്ന് ഒരു വീഡിയോ ആക്കിയിട്ട് ചാനലിൽ ഇടാമോ എന്ന് ചോദിച്ചു. അതായത് നാടൻ കോഴിയെ അടയിരുത്തുന്നതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ അതൊരു അധികം ലെങ്ത് കുറവിട്ടുള്ള ഒരു വീഡിയോ പുള്ളിയുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത് അയച്ചു തന്നാണ്. അപ്പൊ ഞാൻ അത് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്ത് മാത്രം. അപ്പൊ ഈ പ്രതീഷ് കല്ലുവഴിയെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അറിയില്ല എന്നാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നാടൻ കോഴികളെ വളർത്തി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ഒരു കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരാളാണ് കല്ലുഴി പ്രതീഷ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ഒരു ലിങ്ക് ഇവിടെ കാർഡ് രൂപത്തിൽ ഇവിടെ വരും. അപ്പൊ അത് കണ്ടാൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നാടൻ കോഴികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ അദ്ദേഹം അയച്ചു തന്നിട്ടുള്ള ആ ക്ലിപ്പിൽ കൂട്ടിച്ചേർത്ത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഇതാണ് പ്രതീക്ഷ അയച്ചു തന്ന വീഡിയോ ക്ലിപ്പിംഗ്സുകള്. ഇത് ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് അറക്കച്ചീളുകള് താഴെ വെച്ചിരിക്കുകയാണ്. അത് ബോക്സിനകത്ത് പേപ്പർ വിരിച്ച് അതിനകത്ത് അറക്കച്ചീളുകള് വിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് 12 മുട്ട വെച്ചിട്ടുണ്ട്. 12 മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അദ്ദേഹം വെക്കുന്നത് നമ്മുടെ നാടൻ കോഴി, കരിയില കോഴികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നമ്മുടെ തനി നാടൻ കോഴിയാണ്. ഈ പ്രതീഷിന്റെ കയ്യിൽ ഇതുപോലുള്ള നാടൻ കോഴികളുടെ വെറൈറ്റീസ് ഒരുപാട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു കോണ്ടാക്ട് നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് കാണാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതാണ് അദ്ദേഹം അടവച്ചിരിക്കുന്ന കോഴി. പ്രതീഷ് ഇപ്പൊ നിലവിൽ അടവച്ചിട്ടുള്ള കോഴികളുടെ ഫോട്ടോസ് അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇത്രയും കോഴികൾ ഇപ്പോൾ അടവച്ചിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇൻക്യുബേറ്റർ ഉണ്ട്, 2 ഇൻക്യുബേറ്റർ ഉണ്ട്. ആ ഇൻക്യുബേറ്ററിൽ വേറെ മുട്ട വിരിയിക്കാൻ വേറെയും വിരിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് വീഡിയോ. അദ്ദേഹം നാടൻ കോഴിയെ അടയിരുത്തുന്ന ഒരു രീതിയാണ് ഇതിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.